ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മാമ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴം എടുക്കണം കേട്ടോ. 1, 2, 3 നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് മാമ്പഴം നന്നായി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മാമ്പഴം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് കട്ടയില്ലാതെ അലിയിച്ചെടുക്കണം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ നമ്മളിത് കുറുക്കിയെടുക്കണം കേട്ടോ. കൈ തൊടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇതിലേക്ക് മിൽമയുടെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അരികു വശമൊക്കെ വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ഇനി ഒരു തുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കണേ. പിന്നെ ഞാൻ നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പും ബദാമാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചെങ്കിൽ ആ നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആകെ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ കണ്ട അരികുവശമൊക്കെ പാനിൽ നിന്ന് അത് നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാനിൽ നിന്നെല്ലാം നന്നായിട്ട് ഇളകിപ്പോരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് വെതറി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മാമ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനി ഒരു മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. അത് നമുക്കിത് അൺമോൾഡ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴം കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.